സകലത്തിലും സംതൃപ്തിയുള്ളവരായിരിക്കുക. നമുക്ക് കൂടുതൽ വേണം, വെട്ടിപ്പിടിക്കണം എന്നുള്ളൊരു കാര്യം തന്നെ സമ്മർദ്ദത്തിലേക്ക് നയിക്കും. മെറ്റീരിയലിസം, അതായത് ഈ ലോകത്തിലെ കാര്യങ്ങളൊക്കെ വെട്ടിപ്പിടിക്കണം എന്നുള്ള അത് തന്നെ നമുക്ക് സമ്മർദ്ദത്തിലേക്ക് ചെന്നെത്തിക്കും. കാരണം ഈ ലോകത്തിലെ കാര്യങ്ങളുടെ പുറകിൽ നാം പോയാൽ യേശു പറഞ്ഞതുപോലെ ധനത്തിൻ്റെ വഞ്ചനയിൽ നാം വീണു പോവും. മർക്കോസ് 4:19 യേശു ഓർപ്പിച്ചത്. അതായത് ഈ ലോകത്തിലെ കാര്യങ്ങൾ നമുക്ക് സന്തോഷവും സംതൃപ്തിയും സമാധാനവും ഒക്കെ തരുമെന്ന് പറയുന്നത് വലിയ കള്ളത്തരമാണ്. യഥാർത്ഥത്തിൽ അവ നിമിത്തം അല്ലെങ്കിൽ അപ്രകാരമുള്ള കാര്യങ്ങളുമെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിന് കൂടുതൽ സ്ട്രെസ്സിലേക്ക് വഴി നടത്തും. ബൈബിൾ വ്യക്തമായി പറയുന്നു, അലംഭാവത്തോടു കൂടിയുള്ള ദൈവഭക്തി വലുതായ ആദായമാകുന്നതാനും. 1 തിമോത്തിയോസ് 6:6. അവിടെ അലംഭാവം എന്ന് പറയുന്നത് കണ്ടൻമെൻറ്റ്, സംതൃപ്തിയോടുകൂടിയുള്ള ദൈവഭക്തിയാണ് വലുതായ ആദായം. മറ്റുള്ളവർക്ക് എന്താണോ ഉള്ളത്, എനിക്കില്ലാത്തത് എന്താണെന്ന് പറഞ്ഞ് കമ്പയർ ചെയ്യുക, അല്ലെങ്കിൽ മറ്റുള്ളവർക്കുള്ളത് എനിക്ക് വേണം എന്നുള്ള ആ ഒരു ആവേശം, ആഗ്രഹം, ഇതെല്ലാം നിമിത്തം അസൂയയും അനാവശ്യമായിട്ടുള്ള സമ്മർദ്ദവും എല്ലാം നിമിത്തം നമ്മുടെ കുടുംബത്തിൻ്റെ തന്നെ അന്തരീക്ഷവും സമാധാനവും എല്ലാം ഇല്ലാതായിത്തീരും. ബൈബിൾ ഉറപ്പ് നൽകുന്നുണ്ട്, ഗോഡ് വിൽ മീറ്റ് ഓൾ അവർ നീഡ്സ് ആൻഡ് നോട്ട് അവർ വാണ്ട്സ്. നമ്മുടെ ആവശ്യങ്ങളെയെല്ലാം ദൈവം നടത്തിത്തരും എന്ന് ദൈവം ഉറപ്പ് നൽകുന്നുണ്ട്. നമ്മുടെ അത്യാഗ്രഹങ്ങളെ നടത്തിത്തരുമെന്നല്ല ദൈവം പറയുന്നത്. മത്തായി 6:33, ഫിലിപ്പിയർ 4:19 ദൈവം നമുക്ക് ആ ഉറപ്പ് തരുന്നത്.